പാഠം 1044. മനസ്സിലും മാനത്തും കാണുന്നവർ. എന്തുപറ്റി? വിലാപശ്രീധരേട്ടൻ പത്രം എടുത്തില്ലേ? അതെവിടെ പോയി? എവിടെ വെച്ചെന്ന്? എന്താ നോക്കുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ലേ? രാവിലെ പത്രം പോലും വായിക്കാതെ ഇങ്ങനെ കാര്യമായിട്ട് നോക്കണമെങ്കിൽ എന്തോ ഉണ്ടല്ലോ. ഓ, ഇല്ലെന്ന് പറഞ്ഞില്ലേ? നീ പോയി നിന്റെ ജോലി നോക്ക്. നീ പോയി നിന്റെ ജോലി നോക്കാൻ. നോക്കുന്ന എന്താന്ന് പറ, ഞാനോട് സഹായിക്കാം. നിന്റെ സഹായം എനിക്ക് വേണ്ട, തീർന്നല്ലോ. ആ പത്രം ഇവിടെ വെച്ചിട്ട് നീ പോയി നിന്റെ പാട്ട് നോക്ക്. ചെല്ലേ. ഇവിടെ വെച്ചത് ഇവിടെ പോയി നോക്കാൻ. ഒരു സാധനം വെച്ച നീപ്പോ ഇവിടെ എന്തൊരു കഷ്ടമാണ് നോക്കുന്നത്. നമസ്കാരം വക്കീലെ. ഞാൻ വക്കീലിനെ കാണാൻ വേണ്ടി വന്നത്. ആ രാമൻകുട്ടിയുടെ കേസിന്റെ കാര്യം എന്തായി അവൻ ഇന്നലെ എന്റെ അടുത്ത് ചോദിച്ചു. അത് വലിയ പ്രശ്നം ഉത്തമ. രാമൻകുട്ടിയുടെ കേസ് ഞാൻ വാദിക്കുന്നത് മോഹനേട്ടൻ അത്ര പിടിച്ചിട്ടില്ല. വേറെ ഏതൊരു വക്കീലെ നോക്കുന്നതന്നെയായിരിക്കും നല്ലത്. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ വക്കീലെ. വക്കീലിനെ കൊണ്ട് തന്നെ കേസ് വാദിപ്പിക്കാന്ന് ഞാൻ രാമൻകുട്ടിയുടെ അടുത്ത് വാക്ക് പറഞ്ഞു പോയി. പിന്നെ ഫീസിന്റെ കാര്യത്തിലൊന്നും വക്കീൽ മേടിക്കേണ്ട കാര്യമില്ല. രാമൻകുട്ടി കൃത്യമായിട്ട് പൈസ കൊണ്ട് തരും. അതൊന്നല്ല ഉത്തമ പ്രശ്നം. മോഹനേട്ടൻ ഇഷ്ടമില്ലാത്തൊരു കേസിന്റെ വക്കാലത്ത് ഞാൻ ഏറ്റിട്ടുണ്ടെങ്കിൽ
പിന്നെ അതിന്റെ പേരിൽ ഒരു കൊല്ലം മുഴുവൻ മോഹനേട്ടനോട് വഴക്കുണ്ടാക്കും. ഇന്നലെ രാമകുട്ടിയുടെ കാര്യം പറഞ്ഞ് ഞാനും മോഹനേട്ടൻ കൂടി ഒന്ന് ഉടക്കുണ്ടാക്കുകയും ചെയ്തു. ഞാൻ രാമൻകുട്ടിയുടെ കേസ് ഏക്കുമെന്നൊരു സംശയം തോന്നിയപ്പോ മോഹനേട്ടൻ ഇന്നലെ കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്ത് വന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന്? അടുക്കളയിൽ എന്ത് വിശേഷം? അല്ല, ഈ അടുക്കള ജോലിയൊക്കെ ഒറ്റയ്ക്ക് ചെയ്ത് നീ ആളങ്ങ് ക്ഷീണിച്ചു പോയി. സത്യത്തിനെ സമ്മതിക്കണം. കളിയൊക്കെ വന്ന രാവിലെ? അല്ലല്ല, പിന്നെ ഞാൻ എപ്പോഴും നിന്റെ കഷ്ടപ്പാടിനെ പറ്റി ആലോചിക്കാറുണ്ട്. സത്യത്തിൽ ഒരു വേലക്കാരി വെച്ചാലോ എന്ന് കൂടി ഞാൻ ആലോചിക്കാറുണ്ട്. എന്ത് ചെയ്യാനാ, ഒരു നല്ല വേലക്കാരി കിട്ടണ്ടേ? ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. സ്റ്റേറ്റ് ബാങ്കിലെ ദാമോദരൻ സാറിന്റെ വീട്ടിലെ വേലക്കാരി ദാമോദരൻ സാറിന്റെ ഭാര്യയ്ക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ട് സ്വർണം മോഷ്ടിച്ചിട്ട് പോയ കാര്യമൊക്കെ നീ അറിഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് അല്ല, അതുകൊണ്ട് ഈ വേലക്കാരി വയ്ക്കുന്ന അത്ര ബുദ്ധിയല്ലെന്ന് പറയുകയായിരുന്നു. ഞാനാണെങ്കിൽ രാവിലെ 9:32 പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നീ മാത്രമല്ലേ ഉള്ളൂ. 10 മണിയാകുമ്പോ ഞാൻ ഇവിടുന്ന് ഇറങ്ങൂലോ. ഇറങ്ങും, പക്ഷേ അത്രയും സമയം ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അത് പ്രശ്നമാണ്. ആ വേലക്കാരി ആ സമയത്ത് 9:38 10 എന്തെങ്കിലും ചെയ്താലോ? മോഹനേട്ടൻ എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ. എന്താ അത്? ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോഹനേട്ടാ? എന്തോ ഉണ്ട്. മോഹനേട്ടന്റെ ഈ മുഖം കാണുമ്പോഴേ എനിക്കറിയാം മോഹനേട്ടന്റെ മനസ്സിൽ എന്താണ് എന്ന്. എന്നെ പറ്റിക്കാൻ നോക്കല്ലേ മോഹനേട്ടാ. എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. മോഹനേട്ടൻ എന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് എനിക്കറിയാം. അതിനാണല്ലോ ആദ്യം സോപ്പിട്ടത് മുഴുവനും. ഞാൻ സോപ്പിട്ടൊന്നുമില്ല. ആര് പറഞ്ഞു? മോഹനേട്ടാ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മോഹനേട്ടനൊരു കാര്യം മനസ്സിലാലോചിക്കുമ്പോ ഞാനത് മാനത്ത് കാണും. എന്റെ കണ്ണ് വെട്ടിച്ചോ എന്നെ പറ്റിച്ചോ മോഹനേട്ടൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റ പ്രാവശ്യം ഈ മുഖത്തൊന്ന് നോക്കിയാ എനിക്ക് അപ്പ കാര്യം മനസ്സിലാവും. തെളിക്കട്ടെ. ഇപ്പൊ മോഹനേട്ടൻ പറയാൻ പോകുന്ന എന്താണ് എന്ന് എനിക്കറിയാം. രാമൻകുട്ടിയുടെ കേസ് ഞാൻ ഏക്കരുത് എന്ന്. ഞെട്ടണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. മോഹനേട്ടൻ മനസ്സിൽ കാണുന്നത് ഞാൻ മോനത്ത് കാണുമെന്ന്. എന്നെ പറ്റിച്ച് മോഹനേട്ടൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ രാമൻകുട്ടിയുടെ കേസ് വായിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്താണ്? അത് നിനക്കറിയാലോ, അയാള് മുഴുവൻ നേരം കള്ളും കുടിച്ച് വഴക്കുണ്ടാക്കുന്ന ആളാ. എന്നെ തന്നെ ഒരു കാര്യമില്ലാതെ എത്ര തവണ വഴക്കുറഞ്ഞ് നിനക്കറിയാമോ? അങ്ങനെ ഒരുത്തന്റെ കേസ് എന്റെ ഭാര്യ വാദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഉത്തമം കൊണ്ടുവന്ന കേസാ മോഹനേട്ടാ. ഇനി എങ്ങനെ അത് പറ്റില്ലെന്ന് പറയുക? ഞങ്ങളെ ഉത്തരവാണ് നിനക്ക് പ്രധാനം. അതാണ് ഇപ്പത്തെ പ്രശ്നം. അത് തന്നെ പ്രശ്നം. രാമൻകുട്ടിയെ പോലെ ഒരു ആഭാസന്റെ കേസ് വാദിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഇനി ഞാനും എന്റെ ഇഷ്ടമുള്ള ചെയ്യും. അത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും ഞാൻ ആ കേസ് ഏറ്റിട്ടുണ്ടെങ്കിൽ സംഗതിയാകെ പ്രശ്നവും. ഒരു കാര്യം ചെയ്യും, ഞാൻ തന്നെ വേറൊരു വക്കീലിനെ ഏർപ്പാടാക്കി തരാം. അതുപോരെ? ഓ, എങ്കിൽ പിന്നെ വക്കീലിന് ഇഷ്ടം പോലെ തന്നെ ചെയ്. വക്കീലിന് തിരക്കായത് കൊണ്ടാണെന്ന് ഞാൻ രാമൻകുട്ടിയോട് പറഞ്ഞോളാം. സാറ് എങ്ങോട്ടോ ഇല്ല ഇവിടെ? ഓ ഉണ്ട്. എന്തോ ഒരു ഭയങ്കര സംഭവം ഉണ്ട് ഉത്തമ. രാവിലെ മുതൽ മോഹനേട്ടൻ എന്തോ തപ്പിക്കൊണ്ടിരിക്കുക. പക്ഷെ എന്താണ് ചോദിച്ചിട്ട് മിണ്ടുന്നില്ല. എന്നെ പേടിപ്പിക്കാനും വന്നു. പൈസ വല്ലതായിരിക്കും വക്കീലേ. പൈസ എന്തായാലും ആയിരിക്കില്ല. മോഹനേട്ടൻ എന്നെ മറന്നാലും പൈസ വെക്കുന്ന സ്ഥലം മറക്കില്ല, അതെനിക്ക് ഉറപ്പാ. പിന്നെ ആഫീസിലെ കാര്യം വല്ലതും ആയിരിക്കും. വല്ല ഫയലോ സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും. ആഫീസുകാരുമായിരിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ എന്താണെന്ന് പറഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. വക്കീലെ, ആഫീസ് കാര്യമാണെങ്കിലേ അറിയാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എന്താ? ശിശുപാല സാറിനത് വിളിച്ച് ചോദിച്ചാൽ മതി.
ഞാൻ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നത് ചേച്ചി പറഞ്ഞോട്ടപ്പ എന്താ വിചാരിക്ക? എന്തായാലും ഓഫീസറോട് തന്നെ ഒന്നുകൂടെ ചോദിക്കാം. പറയാൻ സൗകര്യം പറയട്ടെ അല്ലേ? അപ്പൊ ശരി വെക്കില്ലേ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. 1-2 സ്ഥലം വരെ പോണം. ശരി. എന്തായിരിക്കും അത്? ഇനിയിപ്പോ ഹലോ. ആ ശശി പറഞ്ഞേട്ടാ, ഞാനാണേ. എന്താ വക്കീലേ? അല്ല, ഇന്ന് ആഫീസിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമുണ്ടോ? അതെന്താ വക്കീലെ അങ്ങനെ ചോദിച്ചേ? അല്ല, മോഹനേട്ടൻ പ്രധാനപ്പെട്ട എന്തോ കാണാതെ പോയിന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര അന്വേഷണമാ. എന്താണെന്ന് ചോദിച്ചിട്ട് പക്ഷെ പറയുന്നുമില്ല. ആഫീസിൽ ഇപ്പൊ എന്താ അങ്ങനെ? ആ വക്കീലേ, സാറൊന്ന് താലൂക്ക് ഓഫീസിൽ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടേ. പെറമ്പോക്കിന്റെ കണക്കെടുത്ത് റിപ്പോർട്ട് ചെയ്യാനാ. അല്ല, അതിന്റെ റിപ്പോർട്ട് ഓഫീസിലില്ല, സാറിന്റെ കയ്യിൽ തന്നെ. അതായിരിക്കും സംഭവം. അങ്ങനൊരു ഫയല് കാണാതെ പോകുന്ന എങ്ങനെയാ? അല്ല, വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. വക്കീലേ, സ്വയംപ്രഭ സാറിനെ ഒന്ന് വിളിച്ചു നോക്കാം. ശരി. ഓ ശരി. അങ്ങനൊരു ഫയലുണ്ടോ? അതല്ലേ. മോഹനേട്ടാ, ഇന്ന് മോഹനേട്ടർ താലൂക്ക് ഓഫീസിൽ പോകണമല്ലേ? വേണം. പുറമ്പോക്കിന്റെ കണക്ക് ഇന്ന് കൃത്യമായിട്ട് അവിടെ കൊടുക്കണം. അതങ്ങനെ നിനക്കറിയാം? മോഹനേട്ടൻ എന്നെ ഒരു വിലയില്ലെങ്കിലും ഞാൻ അവളൊരു മഹാസംഭവം. ഇന്ന് താലൂക്ക് ഓഫീസ് ചെല്ലുമ്പോ പുറമ്പോക്കിന്റെ കണക്ക് കയ്യിലില്ലെങ്കിൽ മോഹനേട്ടന്റെ മാനം പോകും. ശരിയല്ലേ? ശരിയല്ലേ? രാവിലെ എഴുന്നേറ്റപ്പോ മുതൽ ഫയല് കാണാനില്ല. അത് ഇന്നലെ രാത്രി സൂക്ഷിച്ചു വെച്ചത് മോഹനേട്ടൻ തന്നെ ആയതുകൊണ്ട് എന്നോട് വഴക്കുണ്ടാക്കാനും പറ്റില്ല. ഫയല് തന്നെത്താനെ കണ്ടുപിടിക്കാൻ സാർ തീരുമാനിച്ചു. ശരിയല്ലേ? ശരിയല്ലേ? ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നോർത്ത് മോഹനേട്ടൻ അന്തം വിടണ്ട.
മോഹനട്ടൻ വിചാരിക്കുന്നതിനേക്കാട്ടിൽ ബുദ്ധിയുള്ള ഒരാളാണ് ഞാൻ. തണ്ടടാങ്. ഇതാണ് ആ ഫയൽ. അവിടെ ഫയലിലൂടെ ഇരിക്കായിരുന്നു. ഇന്നലെ മോഹനട്ടൻ തന്നെയാണ് ഇത് അവിടെ കൊണ്ടുവച്ചത്. ഇപ്പൊ ഇതെടുത്തോണ്ട് നിന്നോട് ആരാ പറഞ്ഞത്? മോഹനട്ടൻ ഇതല്ലേ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. ഇതാ പറഞ്ഞു. ഇതൊരു സർക്കാർ ഫയലാണ്. സർക്കാർ ഫയലുകൾ കൈകാര്യം ചെയ്യേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. നിനക്ക് ഇത് കിടക്കണായിരുന്ന അല്ല. ഇതെവിടെ വെച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാൻ നിന്നെ ആരെങ്കിലും വിളിച്ചോ? അല്ല, ഞാൻ പിടിക്ക. ഈ ഫയല് മര്യാദക്ക് ഇരുന്നെടുത്തോണ്ട് നിൽക്കും. മേലിൽ ഇമാതിരി സർക്കാർ ഫയലിന് ഈ കൈ കൊണ്ട് തൊട്ടാ ഈ കൈ ഞാൻ വിട്ടു. അല്ല, പിന്നെ എന്താ മോഹനട്ടൻ നോക്കുന്നേ? എന്താന്ന് എന്നോട് പറ, ഞാൻ കൂടെ സഹായിക്കാം. എനിക്ക് നിന്റെ സഹായം വേണ്ട. തീർന്നല്ലേ? ഇതുകൊണ്ട് നോക്കിയ ആവശ്യമില്ലാത്ത ഓരോ കാര്യം എടുത്തോണ്ട് വരും. ഹലോ. സ്വയംപ്രഭേ, ഞാനാണേ സത്യഭാമ. എന്താ വക്കീലേ? മോഹനട്ട താലൂക്ക് ഓഫീസിൽ പോകുമ്പോ പുറമ്പോക്കിന്റെ ഫയൽ കൊണ്ടുപോകണമെന്നുള്ള കാര്യം എനിക്കറിയാം. അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്താ വക്കീലേ? അല്ല, രാവിലെ മുതൽ ഈ വീട് തലകീഴായി മറിച്ചുള്ള ഒരു പരിശോധനയില്ല. എന്തോ കാണാതെ പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. എന്താണ് ചോദിച്ചിട്ട് മോഹനട്ട പറയുന്നില്ല. അതിപ്പോ അങ്ങനെ ചോദിച്ചാ ഇന്ന് വേറെ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ. എന്തായാലും സ്വയംപ്രഭ ഇന്ന് ഓർത്ത് നോക്ക്. എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചേക്കണേ. ശരി വക്കീലേ. എന്തായിരിക്കും? അവിടെ നീ എവിടെ പോയി നോക്കുന്ന? അപ്പൊ ആഫീസ് കാര്യമല്ല, പിന്നെന്താണ്? എന്ത്? ഈ വീടിന്റെ ഒരു സ്ഥലവും ഇനി മോഹനയുടെ തപ്പാൻ ബാക്കിയില്ല. എന്താ അന്വേഷിക്കുന്നേ? പറ 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 പറ. എന്തായാലും ആഫീസ് കാര്യമാണെങ്കിൽ ഞാൻ അറിയേണ്ട കാര്യമില്ല, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആഫീസ് കാര്യം അടുക്കലുണ്ടാവേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ എന്താണ് മോഹനയുടെ അന്വേഷിക്കുന്നത്? ഇത് ഞാൻ കൂടി അടുക്കള. അതുകൊണ്ട് അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ഇവിടെ ചെയ്യും. അടുക്കളയിൽ കയറി ഉപകാരമുള്ള ഒരു കാര്യം ഇന്നേ വരെ ചെയ്ത് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഇപ്പൊ എന്താ മോഹനയുടെ ഇവിടെ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞേ പറ്റൂ. എനിക്ക് സൗകര്യമില്ല. എങ്കിൽ പിന്നെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് എന്റെ ബാക്കി കാര്യം. പറഞ്ഞാലോ അല്ലേ? വേണ്ട. മനുഷ്യൻ ക്ഷമ പരീക്ഷിക്കുന്ന ഒരു പരിധിയുണ്ടേ. എന്താ അന്വേഷിക്കുന്നൊന്നും പറ. പൈസ വല്ലതുമാണോ? അതോ ആഫീസിലെ കടലാസ് വല്ലതുമാണോ? എന്താണെന്ന് പറ മോനട്ടാ. നീ അറിയേണ്ട കാര്യമല്ല. ഓ, അപ്പൊ ഞാൻ അറിയണ്ടാത്ത കാര്യം ഉണ്ടല്ലേ? കവിവാരല്ല എഴുതുന്ന പ്രേമലേഖനം വല്ലതും ആണോ? ആണെങ്കിൽ തന്നെ ഇപ്പൊ അത് കിട്ടിയിട്ട് എന്തിനാണ്? രാവിലെ അത് വായിച്ചാലേ മനസ്സിന് സന്തോഷം ഉണ്ടാവുള്ളൂ. നീ എന്നെ ശല്യപ്പെടുത്താതെ പോകുന്നുണ്ടോ? എനിക്ക് കുറച്ച് സമാനം വേണം. ഈ വീട്ടിൽ ഇനി മോഹനട്ടത് പരിശോധിക്കാൻ ഒരു സ്ഥലം ബാക്കിയില്ല. അടുക്കള വന്നു വരെ അത് പരിശോധിച്ചു. ഇനി അങ്ങോട്ട് കൂടെ നോക്കിട്ട് എന്തിനാണ്? എന്റെ മോഹനട്ട ഒന്ന് പറ, എന്താ നോക്കുന്നത്? ഇന്നലെ രാമൻകുട്ടിയുടെ കേസ് വാദിക്കരുത് എന്ന് പറയാൻ ഞാൻ വന്നപ്പോ നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്ത്? ഞാനൊരു കാര്യം മനസ്സിൽ കാണുമ്പോ നീ അത് മാനത്ത് കാണുമെന്ന്. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം നീ പറഞ്ഞു. ഒന്ന് അടുക്കളയിൽ വെച്ച്, ഒന്ന് ഇവിടെ വെച്ച് തന്നെ. മോഹനേട്ടന്റെ ഈ മുഖം കാണുമ്പോഴേ എനിക്കറിയാം മോഹനേട്ടന്റെ മനസ്സിൽ എന്താണ് എന്ന്. എന്നെ പറ്റിക്കാൻ നോക്കല്ലേ മോഹനേട്ടാ. അതുകൊണ്ട് നിന്റെ കണ്ണ് വെട്ടിച്ചോ നിന്നെ പറ്റിച്ചോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നീ പറഞ്ഞു. എന്റെ കണ്ണ് വെട്ടിച്ചോ എന്നെ പറ്റിച്ചോ മോഹനേട്ടൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റ പ്രാവശ്യം എന്റെ മുഖത്ത് നോക്കിയാ നിനക്കെല്ലാം മനസ്സിലാവുമെന്ന് പറഞ്ഞു. ഒരൊറ്റ പ്രാവശ്യം.
ഈ മുഖത്തൊന്ന് നോക്കിയാൽ എനിക്ക് അപ്പ കാര്യം മനസ്സിലാവും. അതുകൊണ്ടെന്താ? അല്ല, അത്രയ്ക്ക് ഭയങ്കര കഴിവുള്ള നീ എന്താണ് ഞാൻ അന്വേഷിക്കുന്നത് എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാത്തത്? ഞാൻ മനസ്സിൽ കാണുന്നത് നീ മാനത്ത് കാണുമല്ലോ. പറയൂ എന്താണ്? പറയൂ എന്താണ്? അല്ല, പറയൂ എന്താണ്? അത് പറയൂ എന്താണ്? ആമേ, സത്യത്തിൽ ഞാൻ ഒന്നും അന്വേഷിച്ചിട്ടേ ഇല്ല, ഒന്നും കാണാതെ പോയിട്ടുമില്ല. ഇന്നലെ നീ വലിയ ആള് ചമയുന്ന കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ നിന്നെ ഒന്നും മര്യാദ പഠിപ്പിക്കണമെന്ന്. മോഹനകൃഷ്ണ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ പ്രകടനം? സത്യത്തിൽ മോഹനയുടെ മൂക്കിടിച്ച് പരത്തുക വേണ്ടത്. ഇങ്ങനെ ഇരിക്കുമ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? ഇതാണ് ഭമേ പറയുന്നത്, ആവശ്യമില്ലാതെ നമ്മൾ ആളാവാൻ നോക്കരുത്. ഞാൻ മനസ്സിൽ കാണുന്നത് നിനക്ക് മാനത്ത് കാണാൻ പറ്റില്ല എന്ന് നിനക്കിപ്പോ മനസ്സിലായല്ലോ. പക്ഷേ ഇപ്പം മോഹനേട്ടൻ മനസ്സിൽ കണ്ടത് എന്താണെന്ന് എനിക്കറിയാലോ. എന്താ? പറയട്ടെ. മോഹനകൃഷ്ണനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ശരിയല്ലേ? നീ അത്ര ചെറിയ പുള്ളി അല്ല. ഒരു വാശിക്ക് വക്കീൽ വെറുതെ പറഞ്ഞു പോയൊരു വാചകത്തിൽ പിടിച്ച് വില്ലേജ് ഓഫീസർ ഉണ്ടാക്കിയ പുകിലാണ് നമ്മൾ കണ്ടു തീർത്തത്. വില്ലേജ് ഓഫീസർ കുഴിച്ച കുഴിയിൽ വീണുപോയ വക്കീലിനോട് സഹതാപം പ്രകടിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.